അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് കടമുള്ളവരുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ മഹത്തായ സൂറത്ത് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നതുപോലെ നിങ്ങൾ ഓതിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണമില്ലാത്ത ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെടുന്നതാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ഏത് ആഗ്രഹവും സാധിച്ചു തരുന്ന 4 പ്രധാനപ്പെട്ട സൂറത്തുകളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. 4 സൂറത്തുകൾ എന്ന് പറഞ്ഞു വെച്ച് നിങ്ങൾ 4 സൂറത്തും ഒരുമിച്ച് ഓതണമെന്നില്ല. 4 രീതിക്കുള്ള മഹത്വങ്ങളാണ്. ഏതെങ്കിലും ഒരു സൂറത്തിന്റെ മഹത്വം മനസ്സിലാക്കി എത്ര എണ്ണത്തിലാണ്, എത്ര രീതിക്കാണ്, എപ്പോഴും ഓതണമെന്നൊക്കെ മഹാരഥന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് കേട്ട് നിങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇത് ഓതിയാൽ അല്ലാഹു നിങ്ങളുടെ ആവശ്യങ്ങൾ സാധിപ്പിച്ചു തരുന്നതാണ്. നിങ്ങൾ വാടക വീട്ടിലാണോ, ഇൻഷാ അല്ലാഹ് സ്വന്തമായ ഒരു ഭവനം നിങ്ങൾ ഇഖ്ലാസോടെ നിങ്ങൾ ഇത് ഓതി അല്ലാഹുവോട് ദുആ ചെയ്താൽ നിങ്ങൾക്ക് പടച്ചവൻ നൽകപ്പെടുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് കടമുണ്ടോ, അല്ലാഹു കടങ്ങളൊക്കെ വീട്ടി തരുന്നതാണ്. അതുപോലെ അല്ലാഹു നമ്മുടെ സമ്പത്തിൽ അല്ലാഹു വർദ്ധനവ് നൽകുന്നതാണ്. അതുപോലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗദയിൽ മക്കയിൽ പോയി ഉംറയും ഹജ്ജും ഒക്കെ നമുക്ക് ചെയ്യാൻ അല്ലാഹു ഭാഗ്യം നൽകുന്നതാണ്. അപ്പോൾ ഓതട്ടിയുടെ നല്ല ഇഖ്ലാസോടെ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു എനിക്കെല്ലാം തരാൻ കഴിവുള്ളവൻ നീ മാത്രമാണ് അല്ലാഹ് എന്ന നല്ല ഇഖ്ലാസോടെ നിങ്ങൾ ഓതി അല്ലാഹുവിനോട് ദുആ ചെയ്യ്. ഇനി നമുക്ക് നോക്കാം ഏതാണ് ഈ 4 സൂറത്തുകൾ. ഈ 4ന്റെ മഹത്വം എങ്ങനെയാണ്? 4 ഒരുമിച്ച് ഓതണമെന്നില്ല. ആ മഹത്തുക്കൾ പറയുന്നത് പോലെ നിങ്ങൾ ഓതിയാൽ അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എന്റെ വിഷയം ഖളാഉൽ ഹാജ, അതായത് ആവശ്യങ്ങൾ നിറവേറുന്ന 4 സൂറത്തുകളെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയ ആ 4 സൂറത്തിന്റെ മഹത്വമാണ് പറയാൻ പോകുന്നത്. പല ആവശ്യങ്ങൾ നിറവേറാൻ മഹത്തുക്കൾ നമുക്ക് പറഞ്ഞു തന്ന സൂറത്തുകളാണ്. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിലൊന്ന് പോയി കാണുക എന്നുള്ളത്. അപ്പോൾ ആ റസൂൽ കാണുന്ന മാസമാണ്. ഹജ്ജിന് ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ നമുക്കും പോകാൻ തോന്നുകയാണ്. നമുക്ക് അവിടെ ചെന്ന് ഹബീബായ നബിയോട് സലാം പറയാനുള്ള ഭാഗ്യം നീ നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ യാത്രകളൊന്നും അവസാനത്തെ യാത്രയാക്കല്ലേ അല്ലാഹ്. പലരും പണമില്ലാത്തത് കൊണ്ട് നമുക്ക് ഹജ്ജിനും ഉംറയ്ക്കും പോകാൻ കഴിയില്ലല്ലോ എന്ന് തോന്നി സങ്കടപ്പെടുന്നവരുണ്ടെന്നാൽ അങ്ങനെയല്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കരങ്ങളിലൂടെ നമ്മളോട് ചെല്ലുന്നതാണ്. അതുകൊണ്ട് അല്ലാഹുവിനോട് ഈ സൂറത്തുകളൊക്കെ ഓതിയിട്ട് നിങ്ങൾ ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്, ഒന്നാമതായി പറയാൻ പോകുന്ന സൂറത്തുൽ ഹശറാണ്. ഒന്നാമതായി ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന സൂറത്തുൽ ഹശറാണ്. 59ാമത്തെ സൂറത്താണ്. സൂറത്തുൽ ഹശർ 59ാമത്തെ സൂറത്താണ്. അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്നതാണ്. നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് ഓതാൻ പറ്റിയ നല്ല ഒരു സൂറത്താണ്. മാത്രമല്ല അതിനകത്ത് ലൗ അൻസൽനാ ഹാദൽ ഖുർആന എന്ന മഹത്വമേറിയ ഒരു ആയത്ത് ഈ സൂറത്തിലുണ്ട്. ആ ആയത്തിന്റെ മഹത്വം വളരെ വലുതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഹശർ. ഇത് ഓതേണ്ടത് 40 ദിവസം തുടർച്ചയായി നമ്മൾ ഓതണം. എങ്ങനെയാണ്? നമ്മളെ ആവശ്യങ്ങൾ, ഒരുപാട് പേര് പല ആവശ്യങ്ങളുള്ളവരുണ്ട്, കടമുള്ളവരുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, ദാരിദ്ര്യം കൊണ്ട് വലിയവരുണ്ട്, അതുപോലെ തന്നെ കേസുകളിൽ കൊടുക്കപ്പെട്ടവരുണ്ട്, ജയിലിലടക്കപ്പെട്ടവരുണ്ട്, കച്ചവടത്തിൽ വർക്കത്തില്ലാത്തവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നല്ല ഇഖ്ലാസോടെ ഈ സൂറത്ത് ഒരു 40 ദിവസം നിങ്ങൾ തുടർച്ചയായി ഓതി കഴിഞ്ഞാൽ, 40 ദിവസം തുടർച്ചയായി ഒരു വട്ടം ഓതിയാൽ മതി. ഓരോ പ്രാവശ്യം നിങ്ങൾ ഓതി വരണം. എന്നാൽ നിങ്ങളുടെ എത്ര വലിയ ആവശ്യം അല്ലാഹു നിറവേറ്റി തരുമെന്ന് മഹത്തുക്കൾ പറയുകയാണ്. നല്ല ഇഖ്ലാസോടെ അല്ലാഹുവിന്റെ അടുക്കലേക്ക് നമ്മൾ കരങ്ങൾ ഉയർത്തി, അല്ലാഹുവിന്റെ ഖുർആനിന് വലിയ മഹത്വമുണ്ട്. അല്ലാഹ്, ഞാൻ ഇന്ന ഒരു വിഷയത്തിൽ അല്ലാഹുവേ ഞാൻ പെട്ടുപോയ റബ്ബേ, നീ വലിയ വിജയം നൽകണേ അല്ലാഹ്. അങ്ങനെ നിങ്ങൾ ഒരു പ്രാവശ്യം വെച്ച് 40 ദിവസം നിങ്ങൾ ഓതിയാൽ നിങ്ങൾ എത്ര വലിയ ആവശ്യം അല്ലാഹു നിറവേറ്റി തരുന്നതാണ്. അപ്പോൾ ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയം ഉണ്ടാകും. ഞങ്ങൾക്കൊക്കെ ഈ ഹൈദിന്റെ ഒക്കെ സമയത്ത് എങ്ങനെയാണ് ഉസ്താദേ ഓതപ്പെടുന്നത് ചിലർ ചോദിക്കും. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ എന്ത് ചെയ്യണം? അത് ഓതുന്ന സമയത്ത്
നമുക്ക് എപ്പോഴാണ് നമ്മൾ രോഗിയാവുന്നത്? അപ്പോഴും എണ്ണം പിടിച്ചു വെച്ചിട്ട് പിന്നെ നിസ്കാരമുള്ള സമയം, നിസ്കാരം എത്തുന്ന സമയമാകുമ്പോൾ നമ്മളത് ബാക്കി എണ്ണ ഓതണം. അപ്പോൾ ശുദ്ധിയാകുമ്പോൾ ബാക്കി എണ്ണ നമ്മൾ ഓതണം. അപ്പൊ അങ്ങനെ 40 സ്ത്രീകൾ പൂർത്തിയാക്കണമെന്ന് മഹത്തുക്കൾ പറഞ്ഞു തന്നിട്ടുണ്ട്. രണ്ടാമത്തെ സൂറത്ത് നൂഹാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സൂറത്ത് നൂഹിനെ കുറിച്ച് പറഞ്ഞത് കാണാം. സൂറത്ത് നൂഹിനെ ഒരാൾ പതിവാക്കിയാൽ അവന്റെ ആവശ്യങ്ങൾ അല്ലാഹു നിറവേറ്റുന്നതാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബായ നബി തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നൊരു സൂറത്താണ് സൂറത്ത് നൂഹ്. നിങ്ങൾ ഏതൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ സൂറത്ത് നൂഹ് ഓതുന്നത്, അല്ലാഹു നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നതാണ്. ഇനി മൂന്നാമത്തെ സൂറത്തുൽ ഹദീദ്. സൂറത്തുൽ ഹദീദാണ് ഈ സൂറത്ത്. ഒരുപാട് മഹത്വങ്ങൾ മഹാന്മാർ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഈ സൂറത്ത് നമ്മൾ ഓതപ്പെട്ടാൽ എല്ലാ ആവശ്യങ്ങളും അല്ലാഹു നിറവേറ്റി തരുന്നതാണ്. മഹാന്മാർ പറഞ്ഞതായി നമുക്ക് കാണാം. ഏത് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ഓതിയിട്ട് അല്ലാഹുവിനോട് ചോദിച്ചാലും അല്ലാഹു ആഗ്രഹങ്ങൾ നിറവേറ്റി തരുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ സൂറത്ത് വലിയ മഹത്വമുള്ളതാണ്. ഇത് ഓതേണ്ടത് എപ്പോഴാണ്? വെള്ളിയാഴ്ച ദിവസമാണ്. ആരുമില്ലാത്ത സ്ഥലത്ത് ഒറ്റയ്ക്ക് അഥവാ സൂറത്തുൽ ഹദീദ് ഓതേണ്ട കാര്യമാണ് ഈ പറയുന്നത്. വെള്ളിയാഴ്ച ദിവസമാണ്. ആരുമില്ലാത്ത സ്ഥലത്ത് ഒറ്റയ്ക്കിരുന്ന് ഹൃദയങ്ങൾ അല്ലാഹുവിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ സൂറത്തിനെ ഓതേണ്ടത് ഒന്നോടുകൂടി ശുദ്ധിയായി തനിച്ചുകൊണ്ട് ഈ സൂറത്ത് ഓതേണ്ടത് തുടരെ 7 പ്രാവശ്യമാണ്. 7 പ്രാവശ്യം തുടരെ 7 പ്രാവശ്യം നമ്മൾ ഓതണം. ഒരിക്കൽ ഓതി അല്പം വിശ്രമിച്ച് പിന്നെ അല്പം വിശ്രമിച്ച്, അങ്ങനെയല്ല. നമ്മൾ ഓതാനിരിക്കുമ്പോൾ ശുദ്ധിയോടുകൂടി മനസാന്നിധ്യത്തോടുകൂടി ഖിബ്ലയിലേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് തുടരെ 7 പ്രാവശ്യം നമ്മൾ ഓതുക. പ്രത്യേകിച്ച് ഏത് അമൽ ചെയ്താലും നമ്മൾ ഖിബ്ലയിലേക്ക് തിരിഞ്ഞിരുന്ന് ചെയ്യണം. അല്ലാഹു ധാരാളം ബർക്കത്തുകൾ നിലനിർത്തുന്നതാണ്. അങ്ങനെ 7 പ്രാവശ്യം നമ്മൾ ഓതുക. ഓതി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ മനസ്സിൽ എന്താണ് ആഗ്രഹമുള്ളത്, ആ ആഗ്രഹം മുൻനിർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുക. അല്ലാഹു നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരുന്നതാണ്. അപ്പം ഈ സൂറത്തുകൾ ഇങ്ങനെയാണ് ഓതേണ്ടിയുള്ളത്. നാലാമത്തെ സൂറത്ത് നബഅ അഥവാ അമ്മ യതസാഅലൂന എന്ന സൂറത്ത്. ഈ സൂറത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. ഒരുപാട് മഹത്വങ്ങളുള്ള ഒരു സൂറത്താണ് മഹാന്മാര് നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പൊ സൂറത്ത് നബഅ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അമ്മ യതസാഅലൂൻ എന്ന സൂറത്ത് 30-ാമത്തെ ജുസ്. ഈ സൂറത്ത് നിങ്ങൾ ഓതി വന്നു കഴിഞ്ഞാൽ അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്നുണ്ട്. ആരെങ്കിലും ഹജ്ജിനോ ഉംറയ്ക്കോ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, 12 മാസം അഥവാ ഈ സൂറത്ത് ഒരു ദിവസം ഒരെണ്ണം വെച്ചൊരു വർഷം നിങ്ങൾ ഒരു ദിവസം ഒരെണ്ണം വെച്ചൊരു വർഷം നിങ്ങൾ മുടങ്ങാതെ ഓതി വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്നതാണ്. മാത്രമല്ല, ഒരു വർഷം ഒരെണ്ണം വെച്ച് ഒരു ദിവസം ഒരെണ്ണം വെച്ച് ഒരു വർഷം നിങ്ങൾ മുടങ്ങാതെ ഓതി വന്നാൽ അല്ലാഹു ഹജ്ജിന് പോകാനുള്ള ഭാഗ്യം അല്ലാഹു നൽകുന്നതാണ് ഇൻഷാ അല്ലാഹ്. മുത്തനബി തങ്ങളെ സ്വപ്നം കാണാറുള്ള മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റൗദയിൽ പോയി സിയാറത്ത് ചെയ്യാനുള്ള ഭാഗ്യം അല്ലാഹു നൽകുന്നതാണ്. ഒരുപാട് സൗഭാഗ്യങ്ങൾ അല്ലാഹു നൽകപ്പെടുന്ന ഒരു സൂറത്താണ്. അപ്പോൾ ഈ സൂറത്ത് എങ്ങനെയാണ് ഓതേണ്ടത്? ഒരു ദിവസം വെച്ച് ഒരു വർഷം. അപ്പൊ സ്ത്രീകൾക്ക് ഈ ശുദ്ധി അല്ലാത്ത സമയത്ത് അവരത് നിർത്തിയിട്ട് പിന്നെ ശുദ്ധിയാകുമ്പോൾ എണ്ണം പിടിച്ച് ഓതിപ്പോണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഹജ്ജിന് പോകാനും ഉംറയ്ക്ക് പോകാനും റസൂലുള്ളാഹിന്റെ ഖബർ സിയാറത്ത് ചെയ്യാനെല്ലാം അല്ലാഹു ഭാഗ്യം നൽകപ്പെടുന്ന ഒരു സൂറത്താണ്. അപ്പൊ ഈ 4 സൂറത്തുകൾക്ക് മഹാന്മാർ പറയുന്നത് എന്താണ്? ആവശ്യങ്ങൾ നിറവേറുന്ന സൂറത്താണ്. നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലാഹു നിറവേറ്റി തരുന്ന സൂറത്താണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ റബ്ബി റബ്ബനാ കമാ റബ്ബനാ സിഗാറ. അല്ലാഹുവേ, പറഞ്ഞത് കേട്ടതെല്ലാം ഒരു സാലിഹായ മലാക്കണേ പടച്ചവനെ. ഇരുലോക വിജയികളുടെ കൂട്ടത്തിലെത്താൻ ഒരു കാരണമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ പലരും രോഗികളാണ്. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹു, ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടവർക്ക് നീ മാഫ് ചെയ്യണേ പടച്ചവനെ. അല്ലാഹു, അവർക്കെല്ലാം നീ മാഫ് ചെയ്ത് കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ പലരും കടക്കാറാണ്. ഞങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടണേ അല്ലാഹ്. ഞങ്ങൾ
ഞങ്ങളാരെയും നീ കടക്കാറായി മരിപ്പിക്കല്ലേ അല്ലാ. ഭവനമില്ലാത്ത എത്രയോ പേരുണ്ട്, ഭവനം നീ നൽകണേ പടച്ചവനെ. ഇണകളില്ലാത്ത എത്രയോ പേരുണ്ട് റബ്ബേ, നീ സാലിഹീങ്ങളായ ഇണകളെ നൽകണേ അല്ലാ. എത്രയോ പേര് വാടകയ്ക്ക് കഴിയുന്നവരുണ്ട് റബ്ബേ. അല്ലാഹുവേ സ്വന്തമായി ഭവനം നൽകണേ അല്ലാ. ഞങ്ങളെ ഭവനങ്ങൾ പണി നടക്കുന്നേ റബ്ബേ, അത് പെട്ടെന്ന് പൂർത്തിയാക്കണേ അല്ലാ. എല്ലാ ബാക്കി പണികളും നീ കഴിച്ചതിന് പെട്ടെന്ന് പൂർത്തിയാക്കി അതിൽ കയറാറുള്ള ഭാഗ്യം നൽകണേ അല്ലാ. എല്ലാവിധ ആപത്ത് മുസീബത്തുകളിൽ കാവൽ നൽകണേ പടച്ചവനെ. ഖൈറുകൾ നൽകണേ അല്ലാ. അല്ലാഹുവേ സർവ്വ ഐശ്വര്യങ്ങൾ നിലനിർത്തണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാ. ദാരിദ്ര്യമെന്ന മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് നീ മക്കളെ നൽകണേ അല്ലാ. ഞങ്ങളെ മക്കളെ ആലിമീങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്ക് നാട്ടുകാർക്കല്ല ഉപയോഗമുള്ള നല്ല മക്കളാക്കണേ പടച്ചവരെ. കേസുകളിൽ നിന്ന് കള്ള കേസുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ കച്ചവടത്തിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ. ഈ ഭൂമിയിൽ ഏതെല്ലാം മേഖലകളിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നു അവിടെയെല്ലാം നീ ബർക്കത്ത് നിലനിർത്തണേ അല്ലാ. പടച്ചവനെ എല്ലാവിധ ആപത്ത് മുസീബത്തുകളിൽ നിന്ന് കാക്കണേ പടച്ചവനെ. ഖൈറുകൾ നിലനിർത്തണേ അല്ലാ. റബ്ബേ സർവ്വ ഐശ്വര്യങ്ങൾ നൽകണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാ. റബ്ബേ ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി.